നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ കേരള പാഠാവലി 4ാമത്തെ യൂണിറ്റ് പിറന്ന നാടിൻ പെരുമയിൽ. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ദേശവും എഴുത്തും എന്ന പാഠഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: എഴുത്തുകാർ ദേശത്തെ ആവിഷ്കരിച്ചത് പരിചയപ്പെട്ടല്ലോ, അവയുടെ സവിശേഷതകൾ എഴുതുക. കോവിലൻ, നാരായൺ, യു.എ. ഖാദർ, ഷീല ടോമി എന്നീ എഴുത്തുകാർ അവരുടെ കൃതികളിൽ ദേശം എന്ന സാംസ്കാരിക ഘടകത്തെ വ്യത്യസ്തമായ രീതിയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ദേശം വെറും ജനിച്ച ഇടമല്ല, ജീവിച്ചും അനുഭവിച്ചും രൂപപ്പെട്ട ജീവിതാവകാശമാണ്. ദേശത്തിൻ്റെ ചരിത്രം, പുരാണം, കുടിയേറ്റങ്ങൾ എന്നിവ കഥയുടെ അടിത്തറയായി മാറുന്നു. തട്ടകം എന്ന നോവൽ. ഒരു സമൂഹത്തിൻ്റെ ജീവിത രീതികൾ, തൊഴിൽ, ആചാരങ്ങൾ, ഭക്ഷണം, ഭാഷ എന്നിവ ദേശമുദ്രകളായി അവതരിക്കുന്നു. കൊച്ചരേത്തി എന്ന നോവലിൽ പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ആത്മബന്ധം ദേശാവിഷ്കരണത്തിൽ പ്രധാനമാണ്. വനങ്ങൾ, വയലുകൾ, പുഴകൾ, കുന്നുകൾ, കാലാവസ്ഥ എന്നിവ മനുഷ്യ ജീവിതത്തോട് ചേർന്ന് ജീവന്റെ ഭാഗമായി വരച്ചു കാട്ടുന്നു. വല്ലി എന്ന നോവലിൽ ദേശം കഥാപാത്രങ്ങളുടെ ചിന്തയെയും പെരുമാറ്റത്തെയും ജീവിത ദർശനത്തെയും നിർണയിക്കുന്ന ഘടകമായി മാറുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ സാമൂഹ്യ സാംസ്കാരിക സ്വഭാവങ്ങൾ രൂപപ്പെടുത്തുന്നു. ദേശം പലപ്പോഴും ആഖ്യാനത്തെ നിയന്ത്രിക്കുന്ന സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്നു. ജനിച്ച ദേശം, ജീവിച്ച ദേശം, ജീവിതം രൂപപ്പെടുത്തിയ ദേശം എന്നിവയുടെ ചിതറിയ അനുഭവങ്ങളാണ് ദേശസങ്കല്പമാകുന്നത്. യു.എ. ഖാദർ എഴുതിയ അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ എന്ന ഓർമ്മക്കുറിപ്പിൽ നിന്ന് സാമൂഹിക മാറ്റങ്ങൾ, കൃഷിയുടെ തകർച്ച, കാടിൻ്റെ നാശം എന്നിവയിലൂടെ ദേശത്തിൻ്റെ മാറുന്ന മുഖം വ്യക്തമാകുന്നു. ഈ കൃതികളിൽ ദേശം ഒരു പശ്ചാത്തലമല്ല, മറിച്ച് കഥയെ നയിക്കുന്ന, ജീവിച്ചിരിക്കുന്ന ഘടകമാണ്. രണ്ടാമത്തെ ചോദ്യം: നെടുതായി വളർന്നു നിൽക്കുന്ന കരിമ്പനക്കൂട്ടങ്ങൾ വല്ല വനദേവതയുടെയും ഘോഷയാത്രയിൽ പിടിക്കപ്പെട്ട പച്ചക്കുടകൾ പോലെ കാണുവാനുണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മ, സി.വി. രാമൻപിള്ള. തെക്കേ അറ്റത്ത് തേട്ടിക്കുന്ന്, വടക്ക് ചെറുകുന്ന്, തേട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിൻ്റെയും മധ്യത്തിൽ പുല്ലാനിക്കുന്ന്. തട്ടകം. ദൃശ്യാനുഭവങ്ങൾ സൃഷ്ടിക്കാൻ ഈ വാക്യങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? വർണ്ണനകളിലെ ഔചിത്യം കണ്ടെത്തി വിശദമാക്കുക. ഇരുവാക്യങ്ങളും ശക്തമായ ദൃശ്യാനുഭവങ്ങൾ സൃഷ്ടിക്കാൻ പൂർണ്ണമായും സാധിക്കുന്നവയാണ്. കരിമ്പനകളുടെ നെടുനീളവും നിരനിരയായുള്ള നിൽപ്പും വായനക്കാരൻ്റെ കൺമുമ്പിൽ വ്യക്തമായി വരുന്നു. വനദേവതയുടെ ഘോഷയാത്ര എന്ന ഉപമ കാടിന് ദൈവികവും ഭൗതികതയ്ക്ക് അതീതവുമായ ഒരു ഭാവം നൽകുന്നു. പച്ചക്കുടകൾ എന്ന രൂപകം കരിമ്പനയുടെ ഇലക്കുടകളുടെ ആകൃതിയും നിറവും സൂക്ഷ്മമായി ആവിഷ്കരിക്കുന്നു. വനപരിസരത്തെ വരച്ചുകാട്ടാൻ വനദേവത എന്ന ആശയം പൂർണ്ണമായും യോജിച്ചിരിക്കുന്നു. ദേശത്തിൻ്റെ ഭൗമരൂപരേഖ വായനക്കാരൻ്റെ മനസ്സിൽ വ്യക്തമായി രൂപപ്പെടുന്നുണ്ട് കോവിലൻ്റെ തട്ടകത്തിൽ. തെക്ക്, വടക്ക് ദിശാസൂചനകൾ ഉപയോഗിച്ച് സ്ഥലം മാപ്പ് പോലെ കൃത്യമായി വരച്ചുകാട്ടുന്നു. കുന്നുകളുടെ പേരുകൾ തന്നെ ദേശത്തിൻ്റെ സ്വാഭാവികതയും യാഥാർത്ഥ്യവും ഉണർത്തുന്നു. ആലങ്കാരികതയ്ക്ക് പകരം സൂക്ഷ്മവും നിർവചനപരവുമായ വർണ്ണനയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദേശത്തെ ഒരു സജീവ സാന്നിധ്യമായി അവതരിപ്പിക്കാനുള്ള നോവലിൻ്റെ ലക്ഷ്യത്തോട് ഈ വർണ്ണന പൂർണ്ണമായും യോജിക്കുന്നു. മാർത്താണ്ഡവർമ്മയിൽ വർണ്ണന കാവ്യാത്മകവും ഉപമാപരവുമാണ്. തട്ടകത്തിൽ വർണ്ണന യാഥാർത്ഥ്യബോധമുള്ള ദേശനിർമ്മിതിയുമാണ്. വ്യത്യസ്ത ശൈലികളായിട്ടും ഇരുവാക്യങ്ങളും ദൃശ്യാനുഭവങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സമർത്ഥമാണ്. അതത് കൃതികളുടെ ആഖ്യാന ലക്ഷ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് വർണ്ണനകളിലെ ഏറ്റവും വലിയ ഔചിത്യം. അതിനാൽ ഈ വർണ്ണനകൾ ഭാഷയുടെ സൗന്ദര്യവും ദേശത്തിൻ്റെ ജീവസാന്നിധ്യവും ഒരുപോലെ വായനക്കാരനിലേക്ക് എത്തിക്കുന്നു. അടുത്ത ചോദ്യം: കൊച്ചരേത്തി എന്ന നോവൽ ഭാഗത്ത് സ്വന്തം നാടിനെയും ജനതയെയും ആവിഷ്കരിക്കുവാൻ നാരായൺ ഉപയോഗിക്കുന്ന ദേശമുദ്രകൾ എന്തൊക്കെയാണ്? അവയിൽ പ്രതിഫലിക്കുന്ന ജീവിത പശ്ചാത്തലം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക.
താൻ ജീവിച്ച നാടിൻ്റെയും താൻ ഉൾപ്പെടുന്ന മലയരായ വിഭാഗത്തിൻ്റെയും നൂറ്റാണ്ടിലേറെ ദൈർഘ്യമുള്ള ചരിത്രം ഈ നോവലിൽ അവതരിപ്പിക്കുന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ് ആദിവാസികൾ. മണ്ണിൻ്റെ മക്കളുടെ ലളിതമായ ജീവിത രീതികൾ നോവൽ ഭാഗത്ത് പലയിടങ്ങളിലായി കടന്നു വരുന്നുണ്ട്. ഉണങ്ങിയ പനമ്പഞ്ഞിയും ഉരുക്കും ഉപയോഗിച്ച് തീ ഉണ്ടാക്കുന്നത്, മുളങ്കുറ്റിയിൽ വെള്ളം ശേഖരിക്കുന്നത് തുടങ്ങിയവ അവരുടെ സംസ്കാരത്തിൻ്റെയും ജീവിതശൈലിയുടെയും ഭാഗമാണ്. പരമ്പരാഗതമായ അറിവുകളാണ് അവരെ മുന്നോട്ട് നയിച്ചിരുന്നത്. ചൂരൽ വള്ളി ഉപയോഗിച്ച് കുഞ്ഞാദിച്ചൻ ഏറുമാടം നന്നാക്കുന്നതും കല്ലൻ മുളയേന്തി മരം കയറുന്നതും അതീവ ഹൃദ്യമായി നോവലിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം നാടിനെയും നാട്ടാരെയും അടയാളപ്പെടുത്തുന്ന ഇത്തരം നിരവധി ദേശമുദ്രകൾ ഇതിൽ കാണാം. മരുതിൻ ചുവട്ടിലുള്ള കഞ്ഞിപ്പുരയും ഏറുമാടവും ചൂരൽ വള്ളിയും അവയിൽ ചിലതു മാത്രമാണ്. അവരുടെ വാസസ്ഥലവും തൊഴിലിടവും പ്രകൃതിയോട് ഇണങ്ങിയതും ലളിതവുമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ദേശമുദ്രകളാണവ. ലളിതമായ ഭക്ഷണരീതിയും ലഭ്യമായ വനവിഭവങ്ങളെയും ആശ്രയിച്ചുള്ള നിലനിൽപ്പിൻ്റെ അടയാളങ്ങളും കൃതിയിൽ കാണാം. തൊഴിലും വാസസ്ഥലവും ജീവിത രീതിയും കാടിൻ്റെ താളത്തിൽ സഞ്ചരിക്കുന്നു. വ്യക്തിത്വത്തേക്കാൾ സമൂഹബോധം ശക്തമായ ജീവിതക്രമമായാണ് നോവലിൽ അത് പ്രതിഫലിക്കുന്നത്. കൊച്ചരേത്തിയിൽ കാണുന്ന ദേശമുദ്രകൾ വെറും പശ്ചാത്തല വിവരങ്ങളല്ല, മറിച്ച് ഒരു ജനതയുടെ ആത്മാവും ചരിത്രവും സംസ്കാരവുമാണ്. കൊച്ചരേത്തി ഒരു വ്യക്തിയുടെ കഥ മാത്രമല്ല, ഒരു നാടിൻ്റെ ജനതയുടെയും ജീവചരിത്രമാണ്. അടുത്ത ചോദ്യം. ഭാരതപ്പുഴ എന്നും എന്നെ പ്രലോഭിപ്പിച്ചിരുന്നു. കടലും കായലും തോടുമുള്ള എൻ്റെ ഗ്രാമത്തിനില്ലാത്ത എന്തോ പ്രത്യേകത ആ പുഴയുടെ തീരത്തിനുള്ളതായി തോന്നി. വാമൊഴികൾ വരമൊഴികൾ. ONV കുറുപ്പ്. ഏതാണ് എൻ്റെ ദേശം? പെറ്റുവളർന്ന ബർമ്മയിലെ വില്ലീൻ എന്ന ഗ്രാമമോ? ഞാൻ എന്ന സ്വത്വത്തിന് മേൽവിലാസവും പെരുമയും കനിഞ്ഞ് സമ്മാനിച്ച എൻ്റെ വാർദ്ധക്യത്തിന് ശയ്യയൊരുക്കിയ തൃക്കോട്ടൂരംശം പാലൂര് ദേശമോ? UA ഖാദർ. ദേശം വ്യക്തികളിൽ വ്യത്യസ്ത അനുഭവങ്ങളായി മാറുന്നതെങ്ങനെ? സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. ദേശം ഓരോ വ്യക്തിയെയും വ്യത്യസ്ത രീതിയിലാണ് സ്വാധീനിക്കുന്നത്. ജന്മദേശം എന്നതുപോലെ വൈകാരിക ബന്ധമുള്ള മറ്റു ദേശങ്ങളും വ്യക്തികൾക്കുണ്ടാവും. കടലും കായലും തോടുമുള്ള ജന്മദേശം പോലെ തന്നെ ഭാരതപ്പുഴയുടെ തീരവും ONVയെ സ്വാധീനിച്ചിരുന്നു. ഭാരതപ്പുഴ ഇവിടെ ഒരു ഭൗമഘടകം മാത്രമല്ല, കവിയുടെ സൗന്ദര്യബോധത്തെയും സൃഷ്ടി ചൈതന്യത്തെയും ഉണർത്തുന്ന അനുഭവ സ്ഥലമാണ്. ജനിച്ചത് ബർമ്മയിലാണെങ്കിലും UA ഖാദറിൻ്റെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചത് കൊയിലാണ്ടിക്ക് സമീപമുള്ള തൃക്കോട്ടൂരിലാണ്. അദ്ദേഹത്തിൻ്റെ രചനകളിലേറെയും കടന്നുവരുന്നത് തൃക്കോട്ടൂരിലെ ജനങ്ങളും അവരുടെ ജീവിതവും അവിടെ നിലനിൽക്കുന്ന പുരാവൃത്തങ്ങളുമാണ്. തൻ്റെ ദേശം ഏതാണെന്ന് തിരിച്ചറിയാനാകാതെ സംഘർഷത്തിലാകുന്ന എഴുത്തുകാരനെയാണ് ഈ സന്ദർഭത്തിൽ കാണുന്നത്. രണ്ടു ദേശങ്ങളും വ്യത്യസ്ത അനുഭവങ്ങളാണ് എഴുത്തുകാരന് സമ്മാനിക്കുന്നത്. എങ്കിലും രണ്ടു ദേശവും എഴുത്തുകാരൻ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയും ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ ദേശം വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളുടെ കൂട്ടായ്മയായി മാറുന്നു. അതൊരു നിശ്ചിത സ്ഥലമല്ല, മറിച്ച് ഓർമ്മകളുടെ ഭൂപടമാണ്. രണ്ട് സന്ദർഭങ്ങളിലും ദേശം ഒരു ഭൂമിശാസ്ത്രപരമായ ആശയം എന്നതിൽ നിന്ന് മാറി വ്യക്തിയുടെ മനസ്സിൽ രൂപപ്പെടുന്ന അനുഭവാകാശമായി മാറുന്നു. അവസാനത്തെ ചോദ്യം. കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണു പോകാനും പാടങ്ങൾ മാഞ്ഞു പോകാനും തുടങ്ങിയപ്പോൾ അക്കരയും ഇക്കരയും തമ്മിൽ കാണാണ്ടായി, തമ്മിൽ അറിയാണ്ടുമായി. വല്ലി. ദേശത്തിനു വന്ന മാറ്റം സൂചിപ്പിച്ചത് ശ്രദ്ധിച്ചല്ലോ. നിങ്ങളുടെ ദേശത്തിനുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യമായ വിവരശേഖരണം നടത്തി നിഗമനങ്ങൾ അവതരിപ്പിക്കുക. നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അതിനാവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുക, നിഗമനങ്ങൾ തയ്യാറാക്കുക എന്നാണ്. സ്വാഭാവികമായും ദേശത്തിന് പണ്ടുള്ളവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. പല മാറ്റങ്ങളും ഭൂപ്രകൃതിയിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ പൊതുവായിട്ടുള്ള ചില മാറ്റങ്ങളെക്കുറിച്ചാണ് ഉത്തരസൂചികയായി നൽകിയിരിക്കുന്നത്. കുന്നുകളും ചെരിവുകളും മണ്ണെടുപ്പും ഖനനവും മൂലം ഭാഗികമായി നശിച്ചു.
പാടശേഖരങ്ങൾ വീടുകളായും റോഡുകളായും വ്യാപാര കേന്ദ്രങ്ങളായും മാറി. ചെറുതോടുകളും കുളങ്ങളും മാലിന്യ നിക്ഷേപവും കയ്യേറ്റവും മൂലം അപ്രത്യക്ഷമായി. നെൽകൃഷിയും പരമ്പരാഗത കൃഷിരീതികളും കുറഞ്ഞു. രാസവളങ്ങളും കീടനാശിനികളും വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. കൃഷിയിടങ്ങൾ വിൽക്കപ്പെടുകയും തൊഴിലവസരങ്ങൾ കുറഞ്ഞു പോകുകയും ചെയ്തു. താപനില വർദ്ധിച്ചു. പക്ഷികളുടെയും ചെറുജീവികളുടെയും സാന്നിധ്യം കുറയുന്നു. വെള്ളപ്പൊക്കവും വരൾച്ചയും പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിച്ചു. അയൽക്കൂട്ടങ്ങളും കൂട്ടായ്മകളും കുറയുകയും വ്യക്തി കേന്ദ്രീകൃത ജീവിതം വർദ്ധിക്കുകയും ചെയ്തു. ഉത്സവങ്ങളും നാട്ടാചാരങ്ങളും മുൻകാലത്തെ പോലെ സജീവമല്ല. തലമുറകളെ ബന്ധിപ്പിച്ചിരുന്ന ബന്ധങ്ങൾ ദുർബലമായി. ലളിതമായ ജീവിതത്തിൽ നിന്ന് ഉപഭോഗ കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് മാറ്റം. പ്രാദേശിക ഭക്ഷണ രീതികൾക്ക് പകരം ഫാസ്റ്റ് ഫുഡ് സംസ്കാരം. പ്രകൃതിയോട് അടുത്ത ബന്ധം നഷ്ടപ്പെട്ടു. പ്രകൃതിയുടെ നാശം സാമൂഹിക ബന്ധങ്ങളുടെ അകൽച്ചയ്ക്കും കാരണമാകുന്നു. വികസനവും സംരക്ഷണവും തമ്മിൽ സമതുലിതമായ സമീപനം അനിവാര്യമാണ്. വല്ലിയിൽ പറയുന്നത് പോലെ ദേശത്തിന് വന്ന മാറ്റങ്ങൾ മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നു. അതിനാൽ എൻ്റെ ദേശത്തിൻ്റെ മാറ്റങ്ങളെ തിരിച്ചറിയുകയും അവയിൽ നിന്ന് പഠിക്കുകയും ചെയ്ത് പ്രകൃതിയോടും മനുഷ്യരോടും ഉത്തരവാദിത്വമുള്ള ജീവിതം നയിക്കേണ്ടത് അനിവാര്യമാണ്. അവസാനം വായിച്ചത് നിങ്ങളുടെ ദേശത്തുണ്ടായിട്ടുള്ള ഈ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും പോയിന്റുകളിലുള്ള മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഇത്തരത്തിൽ അവസാന പാരഗ്രാഫിൽ പറയുന്നത് പോലെ നിഗമനം എഴുതി അവസാനിപ്പിക്കാവുന്നതാണ്. പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഏവരും ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.